സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം 376 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 3128 പേർ കോവിഡ് ചികിത്സയിലാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ന് രാജ്യത്തെ 628 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഐശ്വര്യ അനിലുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഐശ്വര്യ, ക്രമാതീതമായി കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യം, കോവിഡ് മരണങ്ങൾ കൂടുന്നു, ആശങ്കയുടെ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്താണ് പുതിയ വിവരങ്ങൾ? ഭവ്യ, സംസ്ഥാനത്ത് ഇന്ന് 376 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ മാസം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 18ആയി. 3128 പേർ ചികിത്സയിലുണ്ട്. അതായത് ആക്റ്റീവ് കേസുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം അടക്കമുള്ള ജില്ലകളിലാണ് ഈ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ ഒരു കൂടുതലായി അല്ലെങ്കിൽ കൂടുതൽ രോഗബാധിതരുണ്ടാകുന്നത്. കഴിഞ്ഞ മെയ് 16 ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ കോവിഡ് ബാധിതരുടെ എണ്ണം പീക്കിലെത്തുന്ന ഒരു ദിവസം കൂടിയാണിത്. പ്രായമായവരുടെയും മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവരുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് ആണ്, തൊട്ട് അടുത്ത ന്യൂ ഇയർ വരുന്നു. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ കോവിഡ് പരിശോധനകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകാം. അതുകൊണ്ട് ഈ ഡെയിലി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ പോലും ആക്റ്റീവ് കേസുകൾ കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ആഘോഷ ദിവസങ്ങളായതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനം കനത്ത ജാഗ്രത പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ JN1 വകഭേദം, അതിവ്യാപന ശേഷിയുള്ള JN1 വകഭേദം കൂടുതൽ പേർക്ക് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാലും സംസ്ഥാനം കോവിഡിനെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ശരി, എന്തായാലും സംസ്ഥാനത്ത് കോവിഡ് കൂടുന്ന സാഹചര്യം, ഇന്ന് 376 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഐശ്വര്യാനിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.